നമസ്കാരം. PS ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഇന്ന് നടന്ന ഫയർമാൻ പരീക്ഷയിലെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പം ഇന്ന് നമ്മളെന്താണെന്ന് ജസ്റ്റ് ഉത്തരം പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അപ്പം നാളെ നമുക്കതിൻ്റെ റിലേറ്റഡ് പോയിൻറ്റ്സും അതുപോലെ അതിൻ്റെ സോഴ്സുകളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസ സമ്പ്രദായം തിരുവിതാംകൂർ നടപ്പിലാക്കിയത് ആരെയും ചോദിച്ചാൽ പറയണം നമ്മുടെ ഗൗരി പാർവതി ഭായി ആണ്. PS എത്രയോ തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് ഡൽഹൌസി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് മക്കളെ? അവധാണല്ലേ, അവധ്. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് ഡൽഹൌസി പ്രഭു വിശേഷിപ്പിച്ചത് അവധിനെയാണ്. 2003 ക്വസ്റ്റ്യൻ ആണ്. 2026 G7 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഫ്രാൻസ് ആണ്. 2025 എവിടെയായിരുന്നു? കാനഡ ആയിരുന്നു അല്ലേ? കാനഡ. അപ്പം 26 എവിടെയാണ്? ഫ്രാൻസ് ആണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പ്രത്യക്ഷ സമര ദിനത്തിന് ആഹ്വാനം ചെയ്തത് ആരാണ്? മുഹമ്മദ് അലി ജിന്ന. പ്രത്യക്ഷ സമര ദിനത്തിന് ആഹ്വാനം ചെയ്തത് മുഹമ്മദ് അലി ജിന്നയാണ്. ശിവയോഗ വിലാസം എന്ന മാസിക ആരംഭിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ. ശിവയോഗ വിലാസം എന്ന മാസിക ആരംഭിച്ചത് വാഗ്ഭടാനന്ദൻ. പൂർണ്ണ സ്വരാജ് കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ചോദിച്ചാൽ പറയണം ലാഹോർ സമ്മേളനമാണ്. 1929 ലാഹോർ സമ്മേളനമാണ്. ഓപ്ഷൻ എ ആണ്. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ: മിശ്ര വേലിയേറ്റത്തെ കുറിച്ച് താഴെ പറഞ്ഞ ശരിയായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചാൽ പറയണം. യെസ്, 2 മാത്രമാണ് ശരി. 2 മാത്രം. 7. ഓപ്ഷൻ സി 2 മാത്രമാണ്. ഒരു ദിവസം ഏതാണ്? 2 മാത്രം. ഉയരത്തിൽ വ്യത്യാസമുള്ള വേലിയേറ്റങ്ങളെ മിശ്ര വേലിയേറ്റം എന്ന് വിളിക്കുന്നു. 2 മാത്രമാണ് ശരി. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അന്തരീക്ഷത്തിലെ ഹരിതഗൃഹവാതകങ്ങൾ ഏറ്റവും അധികം ഡേഷാണ്. ഹരിതഗൃഹവാതകങ്ങൾ ഏറ്റവും കൂടുതൽ ഏത് ചോദിച്ചാൽ പറയണം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ: താഴെ പറയുന്നവയിൽ ഖാരിഫ് വിള സീസണുമായി ബന്ധപ്പെട്ട മാസങ്ങൾ ഏതൊക്കെ? ഖാരിഫ് ജൂൺ മാസത്തിൽ വിളവിറക്കുകയും സെപ്റ്റംബർ മാസം വിളവെടുക്കുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ ഖാരിഫ് വിള അല്ലേ. 10ാമത്തെ ക്വസ്റ്റ്യൻ: താഴെ പറയുന്ന പ്രസ്താവനകൾ ശരി ഏത് ചോദിച്ചാൽ 10ാമത്തേൻ്റെ ഉത്തരം ഓപ്ഷൻ സി 1ഉം 4ഉമാണ് ശരി. അതായത് 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ സി ആണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിൽ 2ാമത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാൽ പറയണം ധോഡംബേട്ട അല്ലേ. ധോഡംബേട്ട 2ാമത്തെ ഏറ്റവും വലിയ കൊടുമുടി ചോദിച്ചാൽ പറയണം ധോഡംബേട്ട. 12ാമത്തെ ക്വസ്റ്റ്യൻ: ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിച്ച കേരളത്തിലെ വന്യജീവി സങ്കേതം ചോദിച്ചാൽ പറയണം ഏതാണ് മക്കളെ? യെസ്, ഓപ്ഷൻ എ ആറളമാണ് അല്ലേ. 12. ഓപ്ഷൻ എ ആറളം. 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. തൊഴിൽ ഘടന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? തൊഴിൽ ഘടന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻ സി ആണ് ശരിയായിട്ട് ഉത്തരം. വിവിധ തരം തൊഴിലുകൾ ഏർപ്പെട്ടിരിക്കുന്ന ജനസംഖ്യാ വിതരണമാണ്. ഓപ്ഷൻ സി ആണ് എന്താണ് ശരിയായിട്ട് ഉത്തരം. വൻകിട വ്യവസായങ്ങളുടെ വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതി 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വൻകിട വ്യവസായങ്ങളുടെ വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതി ചോദിച്ചാൽ പറയണം മക്കളെ 2ാം പഞ്ചവത്സര പദ്ധതി. നീതി ആയോഗിന്റെ ആദ്യത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ചോദിച്ചാൽ പറയണം സിന്ധു ശ്രീ മുള്ളർ. ഓപ്ഷൻ എ. ദാരിദ്ര്യരേഖാ നിർണയവുമായി ബന്ധപ്പെട്ട് ജയിൽ ജീവിത ചെലവ് എന്ന ആശയം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ പറയണം ആരാണ്? ദാദാഭായ് നവറോജി. ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ ലോക സമ്പദ് വ്യവസ്ഥയുമായി സംയോജിപ്പിക്കുന്നതിനെ പറയുന്ന പേര് ചോദിച്ചാൽ പറയണം മക്കളെ ഏതാണ്? യെസ്, ആഗോളവൽക്കരണം. ഏതാണ്? ആഗോളവൽക്കരണം. കിട്ടിയില്ലേ? ഇനി നെക്സ്റ്റ് 17ാമത്തത് ഓപ്ഷൻ സി ആണ്. സാമ്പത്തിക ധനകാര്യ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേര് ചോദിച്ചാൽ പറയണം യെസ് RBI ഡാറ്റ എന്നാണ്. 19ാമത്തെ ക്വസ്റ്റിൻ്റെ ശരിയായിട്ട് ഉത്തരം ഏതാണ്? ഇന്ത്യയെ സംബന്ധിച്ച് താഴെ പറഞ്ഞ പ്രസ്താവന ശരിയെന്ന് ചോദിച്ചാൽ പറയണം എന്താണ്? 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. 1ഉം 2ഉമാണ്. ഓക്കെ അല്ലേ? ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ: മാർഗനിർദ്ദേശകത്വങ്ങളെ പറ്റി ശരിയായ വിവരം ഏത്? മാർഗനിർദ്ദേശങ്ങൾ ഓപ്ഷൻ 1 മാത്രമാണ്. അതായത് ഭരണഘടനയുടെ 36 മുതൽ 51 വരെയുള്ള അനുച്ഛേദങ്ങളാണ് മാർഗനിർദ്ദേശകത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. 21ാമത്തെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി
ആണ്. ഓപ്ഷൻ ബി എന്താണ്? കേന്ദ്ര ലിസ്റ്റിൽ വരുന്നത് തുറമുഖങ്ങൾ, സംസ്ഥാന ലിസ്റ്റിൽ കന്നുകാലി പരിപാലനം, സംയുക്ത ലിസ്റ്റാണ് മായം ചേർക്കൽ. 22ാമത്തെ ക്വസ്റ്റ്യൻ, 44ാം ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവന പരിശോധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് ചോദ്യം. ഇതിൽ 2 മാത്രമാണ് ശരിയല്ലാത്തത്. ഓക്കെ അല്ലേ? യെസ്. ഇനി 23ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഉൾപ്പെടാത്തത് ചോദിച്ചാൽ പറയണം. ഓപ്ഷൻ സി ജില്ലാ കൗൺസിലാണ്. ഏതാണ്? ഓപ്ഷൻ സി ജില്ലാ കൗൺസിൽ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ചോദിച്ചാൽ പറയണം മക്കളെ. അനുച്ഛേദം 29 മുതൽ 30 വരെയാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 26 മുതൽ 30 വരെയാണ്. ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ, ശരിയല്ലാത്ത പ്രസ്താവന ഏത് ചോദിച്ചാൽ പറയണം. 25 ഓപ്ഷൻ എ. ഓപ്ഷൻ ഏതാ? ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിച്ചത് ക്രിപ്സ് മിഷന്റെ നിർദ്ദേശം അനുസരിച്ച് ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശപ്രകാരമുള്ള അത് ഓപ്ഷൻ എ മാത്രമാണ്. ശരിയല്ലാത്ത പ്രസ്താവന ഓപ്ഷൻ എ ആണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ കേന്ദ്ര സർവീസുകൾ ഏതൊക്കെ ചോദിച്ചാൽ പറയണം. ഏതൊക്കെയാ? 3ഉം 4ഉം ഇന്ത്യൻ റെയിൽവേ സർവീസും ഇന്ത്യൻ റവന്യൂ സർവീസുമാണ് കേന്ദ്ര സർവീസുകൾ. ഇന്ത്യൻ റെയിൽവേ സർവീസും ഇന്ത്യൻ റവന്യൂ സർവീസുമാണ് കേന്ദ്ര സർവീസുകൾ പെടുന്നത്. ഇനി 1947 ശേഷം ജനിച്ച ഇന്ത്യയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ആരൊക്കെ ചോദിച്ചാൽ പറയണം. ജ്ഞാനേഷ് കുമാർ മാത്രമാണ്. ജ്ഞാനേഷ് കുമാർ ഓപ്ഷൻ 2 മാത്രം. ജ്ഞാനേഷ് കുമാർ മാത്രമാണ്. 28ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരി ഏത് ചോദിച്ചാൽ പറയണം. ഏതാടാ? എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ അല്ലേ? 29ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ചോദിച്ചാൽ ഏത് പറയണം മക്കളെ. യെസ്, 1 മാത്രമാണ് ശരിയായ പ്രസ്താവന. 1 മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഓക്കെ അല്ലേ? യെസ്. ഇനി 30ാമത്തെ ക്വസ്റ്റ്യൻ, 2008 കേരള നെല്ലുവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട് പ്രസ്താവന ശരിയേത് ചോദിച്ചാൽ പറയണം. ഏതാ? യെസ്, 1 മാത്രമാണ് ശരി. ഓപ്ഷൻ ബി ആണ്. 30 ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? യെസ്. ഇനി 31, കേരള സർക്കാരിൻ്റെ വിവിധ പദ്ധതികളെ കുറിച്ച് പ്രസ്താവനകളിൽ തെറ്റേത് എന്നാണ് ചോദ്യം. തെറ്റേത് ചോദിച്ചാൽ പറയണം. 31 ഓപ്ഷൻ സി 1, 2 മാത്രമാണ്. 1ഉം 2ഉം തെറ്റാണ്. ഇതിൽ ശരിയെന്ന് പറയുന്നത് ഇതാണ്. 3 മാത്രമാണ് ശരി. ഓക്കെ അല്ലേ? യെസ്. ഇനി 33ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യരത്തെ സംബന്ധിച്ച് ചില വിവരങ്ങളാണ് താഴെ നൽകിയിരിക്കുന്നതിൽ അവയിൽ ശരിയായത് ഏത്. 32 ഓപ്ഷൻ സി 2 മാത്രമാണ് ശരിയായിട്ട് വരിക. ഇനി 33ാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായ ജോഡി ചോദിച്ചാൽ പറയണം. ഓപ്ഷൻ ബി ആണ്. കുഷ്ഠം ബാക്ടീരിയ. കുഷ്ഠം വരുന്നത് ബാക്ടീരിയ ആണ്. അത്ലറ്റ് ഫുട്ട് എന്താണ്? ഒരു ഫംഗസ് രോഗമാണ്. മീസിൽസ് ഒരു വൈറസ്. മന്ത്രരോഗം വീരങ്ങളാണ്. കിട്ടിയില്ലടാ? ഓപ്ഷൻ ബി ആണ് അതിന് ശരിയായിട്ടുള്ള ഉത്തരം വരിക. 34ാമത്തത്, ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്നത്. കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്നത് എന്തിനൊക്കെ കാരണമാകും? എന്തിനൊക്കെ? എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. നാഡീപ്രവർത്തനങ്ങളെ തകരാറിലാക്കുന്നു. പേശി പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു. ഓക്കെ. അപ്പം 4 മാത്രമാണ് ഇത്. 1, 2, 3 ഓപ്ഷൻ 34. ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ രക്തം കട്ടപിടിക്കാൻ തകരാറുന്നു. ഏത്? ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. ശരിയായിട്ട് ഓപ്ഷൻ ഡി എല്ലാം വരുന്നു കേട്ടോ. ഇനി 35ാമത്തത്, 35 ഓപ്ഷൻ സി, രക്തത്തിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന ശ്വേതരക്തമാണ് ചോദിച്ചാൽ പറയണം. ബേസോഫിലി. ജൈവ വൈവിധ്യ നാശത്തിൻ്റെ പ്രധാന കാരണങ്ങൾ ഉൾപ്പെടാത്തത് ഏത് ചോദിച്ചാൽ പറയണം മക്കളെ. ഓപ്ഷൻ ഡി ആണ് പ്രകൃതി നിർദ്ധാരണം. ഓപ്ഷൻ ഡി പ്രകൃതി നിർദ്ധാരണം. 37ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കേരള സർക്കാരിൻ്റെ കിടപ്പ് രോഗികൾക്കായുള്ള ശുശ്രൂഷ പദ്ധതി ചോദിച്ചാൽ പറയണം. ആശ്വാസകിരണം. ആശ്വാസകിരണം. ഇനി 38ാമത്തെ ക്വസ്റ്റ്യൻ, ഫോക്കൽ ദൂരം 5 സെൻറ്റിമീറ്റർ ആയ ഒരു ലഘു സൂക്ഷ്മദർശിനി സിമ്പിൾ മൈക്രോസ്കോപ്പിലൂടെ കോണീയ ആവർധനം ആംഗുലാർ മാഗ്നിഫിക്കേഷൻ എത്രയാണ് ചോദിച്ചാൽ പറയണം മക്കളെ. അത് ചോദിച്ചാൽ പറയണം. 38 ഓപ്ഷൻ ബി. ഇത് നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ആൻസർ കീ ആണ്. അപ്പം നോക്കുക. ഇനി 39ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, മൈക്രോവേവ് ഓവനിൽ ഭക്ഷണം ചൂടാകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് ചോദിച്ചാൽ പറയണം. ജലതന്മാത്രകളുടെ കമ്പനമാണ്. ജലതന്മാത്രകളുടെ കമ്പനം.
40ാമത്തത് താഴെ പറയുന്നവയിൽ ഘർഷണബലം എന്തിനെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നു ചോദിച്ചാൽ പറയണം ഉപരിതലങ്ങളുടെ സ്വഭാവം. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 2025 റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഗുരുത്വ തരംഗങ്ങൾ സാധാരണയായി ഉണ്ടാകുന്ന താഴെ പറയുന്നതിൽ ഏത് പ്രതിഭാസത്തിലൂടെയാണ് ചോദിച്ചാൽ പറയണം ബ്ലാക്ക് ഹോളുകളുടെ ലയനമാണ്. 42ാമത്തെ ക്വസ്റ്റ്യൻ രൂപാന്തരത്വം എന്ന സ്വഭാവ സവിശേഷം കാണിക്കാത്ത മൂലകം ചോദിച്ചാൽ പറയണം നൈട്രജൻ ആണ്. താഴെ തന്നിരിക്കുന്നതിൽ ത്രിഭേസിക അമ്ലം അല്ലാത്തത് ഏത് മക്കളെ? അത് യെസ് 1, 2, 4 അതായത് ഓപ്ഷൻ എ ആണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം വരിക. 44ാമത്തെ ക്വസ്റ്റ്യൻ ആവർത്തന പട്ടികയിലെ 1ാമത്തെ ഗ്രൂപ്പിലെ ആദ്യത്തെ അംഗമാണ് ലിഥിയം. താഴെ കൊടുത്തതിന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന 1, 2, 3 ഓപ്ഷൻ എ ആണ് ഇതിന് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ എന്താക്കുക, ഇത് നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ആ ചോദ്യത്തിലൂടെ ഒന്ന് കടന്നു ചോദ്യത്തിലൂടെ ഇങ്ങനെയൊക്കെ കടന്നു പോവുക. അപ്പം ഏറ്റവും ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഫസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്ത്, നിങ്ങൾ പരീക്ഷയില്ലാത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്യുക. അതിനുശേഷം എന്താണ് ഉത്തരവുമായിട്ട് മാച്ച് ചെയ്യുന്നതാണ് കൂടുതൽ ബെറ്റർ. ഓക്കെ അല്ലേ? ഇനി 45ാമത്തെ ക്വസ്റ്റ്യൻ ആണ് തന്മാത്രകളുടെ വാസ്തുവിദ്യക്ക് എന്ന വിഷയം 2021 രസതന്ത്ര നോബൽ സമ്മാനത്തിന് അർഹനായി താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 46ാമത്തെ ക്വസ്റ്റ്യൻ മാമാങ്കവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയും ചോദിച്ചാൽ പറയണം മാമാങ്കവുമായി ബന്ധപ്പെട്ടത് എല്ലാം ശരിയാണ്. ഓപ്ഷൻ സി എല്ലാം ശരിയാണ്. 47ാമത്തെ ക്വസ്റ്റ്യൻ എന്താടാ? യെസ് ആർത്രേകം. ആർ രാജശ്രീയുടെ ആത്രേകം എന്ന നോവൽ ഏത് പേരിലാണ് അവതരിപ്പിക്കുന്നത്? മഹാഭാരതത്തിലെ ശിഖണ്ഡിയുടെ ജീവിതവുമായി സാമ്യമുള്ള കഥാപാത്രത്തെ ആർ രാജശ്രീയുടെ ആത്രേകം എന്ന നോവൽ ഏത് പേരിലാണ് അവതരിപ്പിക്കുന്നത് ചോദിച്ചാൽ പറയണം നിരമിത്രൻ. ഓപ്ഷൻ സി ആണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. യക്ഷഗാനം എന്ന നാടോടി കലാരൂപവുമായി ചേർന്ന് നിൽക്കാത്ത പ്രസ്താവന ഏത് ചോദിച്ചാൽ പറയണം യെസ് ഓപ്ഷൻ ബി. യക്ഷഗാനം ഒരു അനുഷ്ഠാന കലാരൂപമല്ല. ഓപ്ഷൻ ബി ആണ് അതിൽ ഉൾപ്പെടാത്തത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര് ചോദിച്ചാൽ പറയണം മക്കളെ 49 ഓപ്ഷൻ സി വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്നാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര്. 50ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ സർക്കസ് സ്കൂൾ കീലേരി കുഞ്ഞിക്കണ്ണൻ 1901 സ്ഥാപിക്കപ്പെട്ട എവിടെയാണ്? തലശ്ശേരിയിലാണ് അല്ലേ? ഓപ്ഷൻ സി തലശ്ശേരി. 51ാമത്തെ ക്വസ്റ്റ്യൻ മാത്സ് ആണ്. 51 ഞാൻ മാത്സ് എന്താണ് ഉത്തരം ചോദ്യം വായിക്കുന്നില്ല. അത് ജസ്റ്റ് നിങ്ങൾ എന്താക്കുക പോസ്റ്റ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് എന്താണ് അത് നിങ്ങൾ ശരിയാണോ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നുണ്ടെന്നൊക്കെ നോക്കുക. 51ാമത്തെ ഉത്തരം ഓപ്ഷൻ സി 17. 52 ഓപ്ഷൻ ഡി 49. 53 ഓപ്ഷൻ സി ആണ്. 54 ഓപ്ഷൻ സി ആണ്. 55 ഓപ്ഷൻ എ. 55 ഓപ്ഷൻ എ ആണ്. 56 ഓപ്ഷൻ എ. 57 ഓപ്ഷൻ ബി. 58 ഓപ്ഷൻ ബി. 59 ഓപ്ഷൻ സി ആണ്. 59 ഓപ്ഷൻ സി ആണ്. 60 ഏതാ വരിക? 60 ഓപ്ഷൻ ബി 14. ഓക്കെ അല്ലേ? ഇനി ഇംഗ്ലീഷിലാണെങ്കിൽ 61 ഓപ്ഷൻ ബി. 62 ഓപ്ഷൻ സി. 63 ഓപ്ഷൻ എ. 64 കാർട്ടെ ബ്ലൻചെ എന്താണ് കംപ്ലീറ്റ് ഫ്രീഡം ആണ്. യെസ് കംപ്ലീറ്റ് ഫ്രീഡം. ഓക്കെ അല്ലേ? ഇനി 65 ഓപ്ഷൻ എ ആണ്. 66 ഓപ്ഷൻ എ. 66 ഓപ്ഷൻ എ. 67 ഏതാ വരിക? ഓപ്ഷൻ ബി ആണ്. 68 ഓപ്ഷൻ ഡി ആണ്. 69 ഓപ്ഷൻ എ. 70 ഓപ്ഷൻ ബി. 71 മലയാളത്തിലാണെങ്കിൽ 71 ഓപ്ഷൻ സി ആണ്. ശരിയായിട്ടുള്ള 1, 3 കവി കവയത്രി അധ്യാപകൻ അധ്യാപിക 1, 3 ശരിയത്. 72 ഓപ്ഷൻ ബി ചുവപ്പ് എന്ന പദത്തിന് സമാനാർത്ഥം വരുന്നത് ശോണം അരുണം എന്നിവയാണ്. 73 ഓപ്ഷൻ എ ശരിയായ പ്രസ്താവന അല്ലാത്തത് തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. 74 ഓപ്ഷൻ സി. ഓപ്ഷൻ സി 2, 3 ഋഷിയെ സംബന്ധിച്ച ഹർഷം, ആത്മാവിനെ സംബന്ധിച്ചത് ആത്മീകം. ഓക്കെ അല്ലേ? 74 ഓപ്ഷൻ സി ആ വരിക.
75 ഓപ്ഷൻ എ, 76 ഓപ്ഷൻ ബി, 77 ഏതാടാ 77 ഓപ്ഷൻ ഡി ആണോ? 77 ഓപ്ഷൻ ഡി. ഇനി 78 നോക്കിയാലോ? 78 ഓപ്ഷൻ സി, പറഞ്ഞത് കേട്ടു. പീന എന്ന വാക്കിൻ്റെ വിപരീതം ചോദിച്ചാൽ 79 ഓപ്ഷൻ ഡി ആണ്. 80 കപ്പൽ മുളകിൻ്റെ പര്യായം അല്ലേ? കപ്പമുളകാണോ അല്ല എന്താണ്? യെസ് 80 ഓപ്ഷൻ എ ആണ്. 80 ഓപ്ഷൻ എ. 81 ചോദിച്ചാൽ പറയണം, അത് സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. 81 ഓപ്ഷൻ എ. 82 ഓപ്ഷൻ സി. 83 ഓപ്ഷൻ എ. 84 ഏതാടാ? 84 ഓപ്ഷൻ ബി ആണ്. 85 10 75. 86 എ. 87 ബി. 87 ബി വരും. 88 ദ്രാവകം. 89 പുൾ എയിം സ്ക്വീസ് സ്യൂപ്പ്. 89 ഓപ്ഷൻ എ. 89 90 യെസ് 90 ഓപ്ഷൻ സി. 91 ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ 92 ഏതാ വരിക? ഓപ്ഷൻ ബി. 93 ഓപ്ഷൻ സി ആണ്. പാമ്പ് കടി ചെയ്യേണ്ടാത്ത നടക്കുകയോ ഓടുകയോ ചെയ്യണം. 94 ഓപ്ഷൻ ബി. 95 ഓപ്ഷൻ എ ആണ്. 96 ഓപ്ഷൻ ഡി. 96 ഓപ്ഷൻ ഡി ആണ്. 97 ഓപ്ഷൻ ബി. 98 ചോദിച്ചാൽ പറയണം, ഓപ്ഷൻ ബി. 99 ഓപ്ഷൻ ബി. 90 ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? യെസ്, ഇങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരങ്ങൾ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ എങ്ങനെയായിരുന്നു നിങ്ങളെ പരീക്ഷ എന്നും നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണ്, അല്ലെങ്കിൽ കട്ട് ഓഫ് കൂടുമോ, എന്താണ് ടഫായിരുന്നോ എന്നൊക്കെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. ഇനി ഒരു ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചോദ്യങ്ങളും ഫീസ് നടത്തിയ ചോദ്യങ്ങളും അവയുടെ ശരിയായിട്ട് ഉത്തരങ്ങളും അവയുടെ സോഴ്സുകളും നിങ്ങൾക്ക് വീഡിയോ രൂപത്തിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക, കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ബൈ ബൈ, സി യു.